ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു കരിയർ ലൈൻ കേരള. സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റിന് കീഴിൽ വന്നിരിക്കുന്ന ജോബ് നോട്ടിഫിക്കേഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ജോബ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജി കൗൺസിലിന് കീഴിലാണ്. 8 പോസ്റ്റുകളാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിന് മുന്നായിട്ട് നമ്മൾ ചാനൽ തുടങ്ങി ഒരു 15 ഡേയ്സേ ആയിട്ടുള്ളൂ. അതിനുള്ളിൽ തന്നെ നമ്മൾ 1K സബ്സ്ക്രൈബ് ആയിരിക്കുകയാണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ട ജോബ് നോട്ടിഫിക്കേഷൻസ് എല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടി എത്തിച്ചു തരുന്നത് ഒരു ദിവസം 2 വീഡിയോ വീതം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോസ് ഒന്നും മിസ്സാവാതിരിക്കാനായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ആക്കി വയ്ക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് കീഴിലാണ് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ജോബ് നോട്ടിഫിക്കേഷൻ എന്നും പറഞ്ഞിട്ട് ഡിസ്ക് എന്ന് പറഞ്ഞിട്ട് കുറച്ച് നോട്ടിഫിക്കേഷൻസ് കാണാവുന്നതാണ്. ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് ഓൺലൈൻ ആപ്ലിക്കേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് ഒരു ഇമെയിൽ അയക്കുക എന്നുള്ള ഒരു പരിപാടി മാത്രമാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് വരുന്ന ആദ്യത്തെ പോസ്റ്റ് അസിസ്റ്റന്റ് ജനറൽ മാനേജർ പോസ്റ്റ് ആണ്. ഇതിനകത്ത് ഒരു വാക്കൻസിയാണ് വന്നിട്ടുള്ളത്. കോഴിക്കോടാണ് വാക്കൻസി വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ മാനേജ്മെന്റ് MBA ആണ്. അതല്ലെങ്കിൽ സോഷ്യൽ വർക്ക് MSW ഓർ MTech ഓർ ME എഞ്ചിനീയറിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫുൾ ടൈം കോഴ്സ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതിന് ഇതിൻ്റെ സ്റ്റൈഫൻഡ് വരുന്നത് 1,50,000 രൂപ മുതൽ 1,65,000 വരെ നിങ്ങൾക്ക് ഇതിൻ്റെ മന്ത്ലി സാലറി വരുന്നുണ്ട്. അതിന് അപ്പർ ഏജ് ലിമിറ്റ് നോക്കിക്കഴിഞ്ഞാൽ 50 വയസ്സ് വരെയുള്ളവർക്ക് ഇതിൽ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുന്ന ഏജ് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 1/10/2025 വെച്ചിട്ടാണ്. ആ ഡേറ്റിൽ നിങ്ങൾക്ക് 50 വയസ്സ് തികയാത്ത ആർക്ക് വേണമെങ്കിലും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്, ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക്. അതിന് കൂടാതെ നിങ്ങൾക്ക് ഇതിന് വേണ്ട എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് മിനിമം 12 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ടാവണം ഇൻ പ്രോഗ്രാം മാനേജ്മെന്റ് ഓഫ് നാഷണൽ ഓർ സ്റ്റേറ്റ് ലെവൽ പ്രോഗ്രാംസ് ഫണ്ടഡ് ബൈ സ്റ്റേറ്റ് ഓർ സെൻട്രൽ ഗവൺമെന്റ് ഓർ മൾട്ടിലാറ്ററൽ ഫണ്ടിങ് ഏജൻസീസ്. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഹാൻഡ്സ് ആൻഡ് എക്സ്പീരിയൻസ് ഇൻ മാനേജിങ് ആക്ടിവിറ്റീസ് ഓഫ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്സ്, കമ്മ്യൂണിറ്റി സ്കില്ലിംഗ് ഇനിഷ്യേറ്റീവ്സ് ഒക്കെ നിങ്ങളെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അവിടെയൊക്കെ ഹാൻഡ്സ് ആൻഡ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. കൂടാതെ നിങ്ങൾക്ക് എക്സലൻറ്റ് സ്റ്റേക്ക് ഹോൾഡർ മാനേജ്മെൻറ്റ് സ്കിൽസ് ഉണ്ടായിരിക്കണം. ഫെമിലിയാരിറ്റി വിത്ത് ഇലക്ട്രോണിക്സ്, MIS, IT സിസ്റ്റംസുമായിട്ട് നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കണം. ഇങ്ങനെ കുറച്ച് സ്കിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് വേണം. അതുപോലെ തന്നെ MS ഓഫീസ്, ഗൂഗിൾ വർക്ക് സ്പേസ്, നോളജ് ഓഫ് പ്രോജക്ട് മാനേജ്മെന്റ് ടൂൾസ്, ഇതെല്ലാം നിങ്ങൾക്ക് പ്രൊഫഷൻസി ഉണ്ടായിരിക്കണം. കമ്മ്യൂണിക്കേഷൻ ഓർഗനൈസേഷനിലൊക്കെ എക്സലൻറ്റ് സ്കിൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത്രയാണ് ഈ ഒരു ഇതിനകത്ത് അസിസ്റ്റന്റ് ജനറൽ മാനേജർ പോസ്റ്റിനകത്ത് വരുന്നത്. ആൻഡ് രണ്ടാമത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് പ്രോഗ്രാം മാനേജർ പോസ്റ്റ് ആണ്. പ്രോഗ്രാം മാനേജർ പോസ്റ്റിനകത്ത് 2 വാക്കൻസി ഉണ്ട്. തിരുവനന്തപുരത്തും 1 തൃശ്ശൂറും ആണ് വരുന്നത്. അതിന് ഇതിൻ്റെ ജോബ് റോൾ എന്ന് പറയുന്നതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ വായിക്കാവുന്നതാണ്. അതിന് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് പോകാനുള്ള ലിങ്ക് കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും. അതിന് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ മാനേജ്മെന്റ് MBA ആണ്. അതല്ലെങ്കിൽ സോഷ്യൽ വർക്ക്, അത് MSW, അതല്ലാന്നുണ്ടെങ്കിൽ സയൻസ് ഓർ അപ്ലൈഡ് സയൻസ് MSc, പിന്നെ ആർട്സ് ഓർ സോഷ്യൽ സയൻസ് MA ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു BTech അല്ലെങ്കിൽ BE ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. BTech അല്ലെങ്കിൽ BE ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാസ് കമ്മ്യൂണിക്കേഷൻ ഓർ ജേർണലിസത്തിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിന് ഇതിൻ്റെ സാലറി വരുന്നത് 60,000 രൂപ മുതൽ 80,000 രൂപയാണ്. 40 വയസ്സാണ് ഇതിന് ഏജ് ലിമിറ്റ് വരുന്നത്. 7 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഈ ഒരു പോസ്റ്റിൽ ചോദിച്ചിരിക്കുന്നത്. അടുത്ത് വന്നിരിക്കുന്ന പോസ്റ്റ് അസിസ്റ്റന്റ് പ്രോഗ്രാം മാനേജർ പോസ്റ്റ് ആണ്. ഇതിനകത്ത് 2 വാക്കൻസീസ് ആണ് ഉള്ളത്. ഒരു വാക്കൻസി മലപ്പുറവും രണ്ടാമത്തത് കണ്ണൂരും ആണ് വരുന്നത്. ഇതിനകത്ത് വരുന്ന ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ മാനേജ്മെന്റ് MBA, സോഷ്യൽ വർക്ക് MSW, സയൻസ് ഓർ അപ്ലൈഡ് സയൻസ് MSc, ആർട്സ് ഓർ സോഷ്യൽ സയൻസ് MA. അതല്ലാന്നുണ്ടെങ്കിൽ ഗ്രാജുവേഷൻ ഇൻ എഞ്ചിനീയറിംഗ് BTech അല്ലെങ്കിൽ BE ആണെങ്കിൽ നിങ്ങൾക്ക് ഗ്രാജുവേഷൻ മാത്രം മതിയാവും, പോസ്റ്റ് ഗ്രാജുവേഷൻ ആവശ്യമില്ല. അതല്ല നിങ്ങൾക്ക് മാസ് കമ്മ്യൂണിക്കേഷൻ ഓർ ജേർണലിസം ആണെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സാലറി വരുന്നത് 50,000 രൂപ മുതൽ 60,000 രൂപ വരെയാണ്. 40 വയസ്സാണ് ഏജ് ലിമിറ്റ് വരുന്നത്. 6 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത് വന്നിരിക്കുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് സീനിയർ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് പോസ്റ്റ് ആണ്. ഈ പോസ്റ്റിനകത്ത് 4 വാക്കൻസീസ് ഉണ്ട്. ഇടുക്കി, പാലക്കാട് 2 കോഴിക്കോട് 1, ഇടുക്കിയിൽ 1. അപ്പോൾ ഇങ്ങനെ 4 വാക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് MBA പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ആണ്, MSW പോസ്റ്റ് ഗ്രാജുവേറ്റ്, MSc, അതുപോലെ MA. അതല്ലാന്നുണ്ടെങ്കിൽ BTech ഓർ BE, അതല്ലെങ്കിൽ നിങ്ങൾക്ക് മാസ് കമ്മ്യൂണിക്കേഷൻ ഓർ ജേർണലിസം. ഇനി നിങ്ങൾക്ക് ഏത് ഗ്രാജുവേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഡേറ്റ സയൻസ് ഓർ ഡാറ്റ അനലിസ്റ്റിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ്
പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഉണ്ടെങ്കിൽ ഏത് ഗ്രാജുവേറ്റിനും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 40,000 രൂപ മുതൽ 50,000 രൂപ വരെയാണ് ഇതിൻ്റെ ശമ്പളം വരുന്നത്. 38 വയസ്സാണ് ഏജ് ലിമിറ്റ്. 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത് വന്നിരിക്കുന്നത് പോസ്റ്റ് പ്രോഗ്രാം എക്സിക്യൂട്ടീവ് പോസ്റ്റ് ആണ്. പ്രോഗ്രാം എക്സിക്യൂട്ടീവ് പോസ്റ്റിനകത്ത് ഒരു വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. മലപ്പുറത്താണ് ഈ ഒരു വേക്കൻസി വന്നിരിക്കുന്നത്. അതിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് MBA, MSW, MSc, MA, BTech ഓർ BE, അതല്ലാന്നുണ്ടെങ്കിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ഓർ ജേർണലിസം പോസ്റ്റ് ഗ്രാജുവേഷൻ. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ എനി ഗ്രാജുവേഷൻ വിത്ത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഡേറ്റ സയൻസ് ഓർ ഡേറ്റ അനലിറ്റിക്സ്. ഇതെല്ലാം ഫുൾ ടൈം കോഴ്സ് ആണെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. അതിന് ഇതിനകത്ത് സ്റ്റൈഫൻഡ് വരുന്നത് 30,000 മുതൽ 40,000 രൂപ വരെയാണ്. ഇതിന്റെ ഫിക്സഡ് സാലറി വരുന്നത് നിങ്ങളുടെ ക്വാളിഫിക്കേഷനും റിലവന്റ് എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ടായിരിക്കും. 35 വയസ്സാണ് ഇതിന്റെ ഏജ് ലിമിറ്റ് വരുന്നത്. 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത്രയും പോസ്റ്റുകളാണ് ഈ ഒരു നോട്ടിഫിക്കേഷനകത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇത്രമാത്രം ചെയ്താൽ മതി. നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ടാകും. ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യുന്നതൊക്കെ നമ്മൾ വീഡിയോ തന്നെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഈ കാണുന്ന Gmail ID-യിലേക്ക് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, മെയിൽ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. വേറെ വലിയ കാര്യങ്ങളൊന്നും വരുന്നില്ല. മെയിൽ ചെയ്യാനുള്ള അവസാന ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ 21 വൈകുന്നേരം 5 മണിക്ക് മുന്നേ ആയിട്ട് നിങ്ങൾ മെയിൽ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതിന് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം വരുന്നത്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോമിൽ നിങ്ങൾ ഏത് പോസ്റ്റാണ് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പേരും ഇതിൻ്റെ ഓരോ പോസ്റ്റിൻ്റെയും കൂടെ അതിനൊരു പോസ്റ്റ് കോഡ് കൊടുത്തിട്ടുണ്ടാവും. ആ പോസ്റ്റ് കോഡ് ഇവിടെ ഇങ്ങനെ ഒരു പോസ്റ്റ് കോഡ് കൊടുത്തിട്ടുണ്ടാവും. ആ പോസ്റ്റ് കോഡ് നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ പേര് ബ്ലോക്ക് ലെറ്റേഴ്സിൽ, ഏജും ഡേറ്റ് ഓഫ് ബർത്തും, ദെൻ ഐ ഡി പ്രൂഫ് ഏതെങ്കിലും ഒരു ഐ ഡി പ്രൂഫും അതിൻ്റെ നമ്പർ ഇവിടേക്ക് എഴുതുക. അത് നിങ്ങളുടെ 10th രജിസ്റ്റർ നമ്പറും മന്ത് ആൻഡ് ഇയർ ഓഫ് പാസിങ്ങും എഴുതുക. പെർമനന്റ് അഡ്രസ്സും കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും സെയിം ആണെങ്കിൽ രണ്ടിടത്തും സെയിം അഡ്രസ്സ് തന്നെ എഴുതിയാൽ മതിയാവും. വാലിഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പറും ഇമെയിൽ അഡ്രസ്സും കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് 1, 2, 3 നമ്പർ ഇട്ട് നിങ്ങൾ ഓരോ ക്വാളിഫിക്കേഷൻസ് ആയിട്ട് ഇവിടെ എഴുതുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടോ അതിൻ്റെയൊക്കെ എക്സ്പീരിയൻസ് ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുക. വേറെ എന്തെങ്കിലും ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ ഉണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ നെയിം, സിഗ്നേച്ചർ, ഡേറ്റ് ഇതെല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഐ ഡി പ്രൂഫിൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി, മെട്രിക്കുലേഷൻ അല്ലെങ്കിൽ 10th സർട്ടിഫിക്കറ്റിൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസും, അതുപോലെ നിങ്ങളുടെ എല്ലാവിധ ക്വാളിഫിക്കേഷൻ നിങ്ങൾ ഇവിടെ എന്തൊക്കെ ഫില്ല് ചെയ്യുന്നുണ്ടോ ആ എല്ലാ ക്വാളിഫിക്കേഷനെയും ആ എല്ലാ എക്സ്പീരിയൻസിൻ്റെയും റിലവൻ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സിൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ് നിങ്ങൾ മെയിൽ ചെയ്യുമ്പോൾ ഒരുമിച്ചാണ് മെയിൽ ചെയ്യേണ്ടത്. ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തതിന് ശേഷം അതിൻ്റെ കൂടെ ഈ മെയിൽ ID ഈ പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് എല്ലാം തന്നെ നിങ്ങൾ ഒരുമിച്ച് മെയിൽ ചെയ്യേണ്ടതാണ്. അപ്പം നിങ്ങൾക്ക് ഈ ലിങ്കുകൾ കിട്ടാനായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ ഫസ്റ്റ് കമൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് കാണാവുന്നതാണ്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ജോബിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വളരെ കുറച്ചിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ല. നിങ്ങളുടെ ഏതൊക്കെ പോസ്റ്റുകളാണ്, ഏതൊക്കെ വാക്കൻസീസ് ആണ്, ഏതൊക്കെ ക്വാളിഫിക്കേഷൻ, അതുപോലെ എക്സ്പീരിയൻസ്, അങ്ങനെ വളരെ ചുരുക്കി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വായിച്ച് നോക്കാവുന്നതാണ്. അതിന് ഇതിനകത്ത് ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് പോകാം. 2 ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനാണ് ഉള്ളത്. അത് രണ്ടും നിങ്ങൾക്ക് ഇതിലേക്ക് പോകാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നതാണ്. അതിന് ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇതാണ്, ഈ കൊടുത്തിരിക്കുന്നതാണ് ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഇമെയിൽ ID ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു ബ്ലോഗിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഡയറക്റ്റായിട്ട് അക്സസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് CMDയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയാലും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇതിനകത്ത് 3 പോസ്റ്റുകളാണ് വരുന്നത്. ആദ്യത്തെ പോസ്റ്റ് സീനിയർ പ്രോഗ്രാം മാനേജർ പോസ്റ്റ് ആണ്. 2 പോസ്റ്റ് വാക്കൻസീസ് ആണ് ഉള്ളത്. കോട്ടയവും എറണാകുളവും ഓരോ വാക്കൻസീസ് ആണ് വരുന്നത്. ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് MBA, MSW, MSc, അതുപോലെ MA, ഇനി അല്ലെങ്കിൽ BTech ഓർ BE, അതുമല്ലാന്നുണ്ടെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ മാസ് കമ്മ്യൂണിക്കേഷൻ ഓർ ജേർണലിസം. ഇത്രയും ക്വാളിഫിക്കേഷനാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. നിങ്ങളുടെ സാലറി വരുന്നത് 1 ലക്ഷം മുതൽ 1,10,000 വരെയാണ് നിങ്ങളുടെ സാലറി വരിക. 45 വയസ്സാണ് ഏജ് ലിമിറ്റ് വരുന്നത്. 9 വർഷം വരെയാണ് എക്സ്പീരിയൻസ് വേണ്ടത്. 9 വർഷം മിനിമം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. ബാക്കി കാര്യങ്ങളെല്ലാം നേരത്തെ പറഞ്ഞ ജോബുകൾക്ക് സെയിം തന്നെയാണ്, സ്കിൽസ് കാര്യങ്ങളൊക്കെ. അതിനടുത്ത് വന്നിരിക്കുന്ന പോസ്റ്റ് സീനിയർ പ്രോഗ്രാം മാനേജർ പോസ്റ്റ് ആണ്. ഇതിനകത്ത് 4 വാക്കൻസീസ് ഉണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, പാലക്കാട്, ഈ 4 ജില്ലകളിലും ഓരോ വാക്കൻസീസ് വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് MBA, MSW, MSc, MA, അതല്ലെങ്കിൽ BTech ഓർ BE,
പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ മാസ് കമ്മ്യൂണിക്കേഷൻ ഓർ ജേർണലിസം, ഇതിൽ ഏത് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. സാലറി വരുന്നത് 90,000 മുതൽ 1,10,000 വരെയാണ്. 42 വയസ്സാണ് ഏജ് ലിമിറ്റ് വരുന്നത്. 8 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. അടുത്ത് വന്നിരിക്കുന്ന പോസ്റ്റ് പ്രോഗ്രാം എക്സിക്യൂട്ടീവ് പോസ്റ്റ് ആണ്. പ്രോഗ്രാം എക്സിക്യൂട്ടീവ് പോസ്റ്റ് ഒരു വാക്കൻസി, കാസർഗോഡാണ് വാക്കൻസി വന്നിരിക്കുന്നത്. അപ്പോൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ മാനേജ്മെന്റ് MBA ഉണ്ടെങ്കിലും MSW, MSc, അതുപോലെ MA, BTech ഓർ BE, മാസ് കമ്മ്യൂണിക്കേഷൻ ഓർ ജേർണലിസം, അതുപോലെ തന്നെ നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഡേറ്റാ സയൻസ് ഓർ ഡാറ്റ അനലിറ്റിക്സ് ഉണ്ടെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് 30,000 രൂപ മുതൽ 40,000 രൂപ വരെയാണ് സാലറി വരുന്നത്. 35 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആൻഡ് 3 വർഷത്തെ ജോബ് എക്സ്പീരിയൻസ് ആണ്, മിനിമം 3 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഇതിന് വേണ്ടത്. അപ്പോൾ ഇത്രയും നോട്ടിഫിക്കേഷൻസ് ആണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ജോബ് നോട്ടിഫിക്കേഷൻസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ്, നിങ്ങൾക്ക് കുറച്ചുകൂടെ മെയിൻ പോയിന്റ്സ് മാത്രമായിട്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വായിക്കണമെങ്കിൽ നമ്മുടെ ബ്ലോഗ് നോക്കാം. നിങ്ങളുടെ ബ്ലോഗ് നോക്കാനായിട്ട് നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ ഫസ്റ്റ് കമന്റ് ആയിട്ട് നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. ഇതിന്റെ എല്ലാത്തിൻ്റെയും ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ 21 വൈകുന്നേരം 5 മണിക്കാണ്. ജസ്റ്റ് ഒരു ഇമെയിൽ അയച്ചാൽ മാത്രം മതിയാവും. കൂടുതൽ പിന്നീടുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങളുടെ ഫോൺ നമ്പർ വഴിയോ ഇമെയിൽ ID വഴി തന്നെ അവർ അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ കൊടുക്കുന്ന ഫോൺ നമ്പർ, ഇമെയിൽ IDയും വാലിഡ് ആയിട്ടുള്ളത് തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു നോട്ടിഫിക്കേഷനകത്ത് വരുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് ചോദിക്കുക. ഇതുപോലത്തെ വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോ ഔഷധിയിലെ അക്കൗണ്ട്സ് അസിസ്റ്റന്റ്, ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ, ഇലക്ട്രീഷ്യൻ പോസ്റ്റുകളിലേക്കുള്ള ഇന്റർവ്യൂ 13/10 നടക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആ പോസ്റ്റ് അറിയാതെ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആ വീഡിയോ കാണുക. നിങ്ങൾക്ക് എൻ്റെ സ്ക്രീനായിട്ട് ആ ഒരു വീഡിയോയുടെ ലിങ്ക് വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ആ ഒരു വീഡിയോ കാണാവുന്നതാണ്. അതുപോലെ എല്ലാ മാസം വരുന്ന എല്ലാവിധ നോട്ടിഫിക്കേഷൻസ് നമ്മൾ പ്ലേലിസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് ലാസ്റ്റ് എൻ്റെ സ്ക്രീനായിട്ട് കാണാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ക്വാളിഫൈഡ് ആയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് മറന്നു പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അറിയാത്തതുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.